അപ്പം എങ്ങനെയായിരുന്നു ക്യാമറ ആദ്യമായിട്ട് ഫേസിൽ വെച്ച് കഴിഞ്ഞപ്പം ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ? അങ്ങനെ എനിക്ക് ഡയലോഗിനേക്കാൾ കൂടുതൽ ഒരു ഫൈറ്റ് ഒരു സംഭവം വരുന്നത് അതിനകത്ത് ആകെ ഡയലോഗ് വെച്ചാൽ എനിക്ക് മിസ് ആരതി മേനോൻ അല്ലേ എന്നുള്ളൊരു ആരതി മേനോൻ, പിന്നെ അടിക്ക് ടൈമിംഗ് ഒക്കെ ആയിരുന്നു. കൂടുതൽ ഡയലോഗ് കിട്ടിയത് എനിക്കൊന്ന് ആമേനിലാന്ന് തോന്നുന്നു. കുറച്ച് ഇല്ല ഡയലോഗ് ബാക്കി മമ്മി അന്മിയില് ഡയലോഗ് ഉണ്ട്, പക്ഷെ കൂടുതൽ ഡയലോഗ് ഉണ്ട്. ബാക്കി എനിക്ക് ഡയലോഗില്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല ശരിക്കും. പക്ഷെ ആമേലിന് ശരിക്കൊരു എൻഡിങ് ഒക്കെ ഭയങ്കര ക്യാരക്ടറാണ്. അത് അതിന് ശരിക്കും ആ സിനിമയില് 3 പ്രണയങ്ങളേ ഉള്ളൂ. ഒരു ദിവസം ഫഹദ് എന്നെ കണ്ട, ഫഹദ് അത് കഴിഞ്ഞിട്ട് ഫഹദ് എന്നോട് പറഞ്ഞു, ഭയങ്കര കോംപ്ലിമെന്റ് ആയിരുന്നു എനിക്ക്. എടാ ആ സിനിമയില് ഏറ്റവും നല്ല പ്രണയം നിങ്ങളുടെ എന്താ, നിങ്ങളുടെ പ്രണയമായിരുന്നു ഏറ്റവും സത്യമായിട്ടും. കാര്യം അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കുന്നു, അതിന്റെ സംഭവം ഉണ്ട്, ചോദിക്കുന്നു നടക്കുന്നില്ല, പിന്നെയും ചോദിക്കുന്നു നടക്കുന്നില്ല, പിന്നെ നമ്മൾ കോപ്രായം കാണിക്കുന്നു, അവിടെ കൊണ്ട് പേപ്പർ ചുരുട്ടി വെക്കുന്നു, അങ്ങനത്തെ കുറെ പരിപാടികള്. കാമുകിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് പോയിട്ട് ചോദിക്കുന്നത് ഈ കോഴി മുട്ടയിടുമെന്നൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ചോദിക്കണ്ടേ? അതിന്റെ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ സപ്തമശ്രീ. അതിനകത്ത് ഗീവർഗീസ് എന്നൊരു ക്യാരക്ടറാണ്, ഒരു കള്ളനാണ്. കാര്യം മാർട്ടിൻ എന്ന് പറഞ്ഞ ചെമ്പൻ വിനോദി എന്ന ക്യാരക്ടറിന്റെ ശിഷ്യൻ. ആ മാർട്ടിൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്ത് കൂടെ നിൽക്കുന്ന, മാർട്ടിൻ ചേട്ടനൊപ്പം നടക്കുന്ന, അങ്ങനെ ഒരു നമുക്ക് വേറെ ഒന്നും ഒരു ചിന്തകളൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടർ, കള്ളനായിട്ടുള്ള ഒരു കള്ളന്. അതിന്റെ കൂടുതൽ മമ്മൂട്ടിനെ കൂടെ ചെയ്തു. മംഗ്ലീഷ് നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ കാര്യം. ഞാൻ പറഞ്ഞാൽ ഞാൻ മമ്മൂക്ക എന്നല്ലേ ഞാൻ പറയാം, മമ്മൂട്ടി സാർ. കാര്യം മമ്മൂക്ക എന്നൊക്കെ പറയുമ്പോൾ വളരെ അടുത്ത ആൾക്കാർ പറയേണ്ട കാര്യമല്ലേ അല്ലേ? മമ്മൂട്ടി സാർ. കാര്യം ഞാൻ പുള്ളി ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോ നമുക്ക് മുട്ടിടിക്കും. ഇല്ല പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കല്ലേ, അതൊന്നൊരു നമ്മൾ നോക്കി ഓക്കെ നമുക്ക് തുടങ്ങാം. പുള്ളി ജോയിൻ ചെയ്യുന്നുണ്ടോ പടത്തിൽ? ഞാനും ഫസ്റ്റ് സീൻ എൻ്റെ രണ്ടാമത്തെ സീൻ, എൻ്റെ ആദ്യത്തെ വേറെ ഒരു സീൻ എടുത്ത് നിൽക്കാം. വലിയൊരു റിസപ്ഷനിലാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ആളുകളൊക്കെ നോക്കിക്കണം. പുള്ളി വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് അതിലൊക്കെ പുള്ളി വന്ന് നമുക്ക് പുള്ളിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പല റീല ഓടുന്നത്, ന്യൂഡൽഹി നിറക്കൂട്ട് വടക്കം വരെ ചന്തവരെ കംപ്ലീറ്റ്. അവൻ ഇങ്ങനെ റീല കറങ്ങിക്കൊണ്ടിരിക്കുക പുള്ളി ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോൾ. അത് ലേറ്റസ്റ്റ് പടം വരെ നമ്മൾ ലാസ്റ്റ് കണ്ട പടത്തിന്റെ റീൽ വരെ നമ്മളിങ്ങനെ ഒരു ബോധമില്ലാണ്ട് ഇങ്ങനെ അപബോധ മനസ്സിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണല്ലേ ഈ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ അവരെ എന്തുകൊണ്ട്. ഞാൻ എന്നിട്ട് ചില ഭാഗ്യവശാല് പുള്ളിയുടെ ഒപ്പം എനിക്ക് ഒരു 19 ദിവസം നിൽക്കാം, പുള്ളിയുടെ കൂടെ തന്നെ അവസരം കിട്ടി. നമ്മൾ എന്തുകൊണ്ട് അവര് 35 വർഷം 40 വർഷത്തോളം ഈ ഫീൽഡിൽ നിൽക്കുന്നതിന്റെ ഗുഡൻസ് എന്താന്ന് വെച്ചാൽ ആ ഡെഡിക്കേഷനും അവരുടെ. അല്ലാതെ വെറുതെ മറ്റേ ഫ്ലൂക്കായിട്ട് അല്ലെങ്കിൽ ഭാഗ്യം ഒന്നുമല്ല. സിനിമയിലേക്ക് ഒരുപാട് പേര് വരാൻ അല്ലേ, ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പം എന്നെയൊക്കെ പോലത്തെ. അപ്പോൾ ഇത്ര സുന്ദരന്മാരെ സിനിമയ്ക്ക് ആവശ്യമില്ലെന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട്, ഞാനൊരു ചാൻസ് വെച്ചപ്പോൾ ഒരു പുള്ളി എന്നോട് പറയണം, ഇച്ചിരി വെളുപ്പ് കൂടിപ്പോയിരുന്നു, ഞാൻ കറുത്താൽ മതി, വെയിലത്താർന്ന് കറുത്തിട്ട് വരാം സാറേ, നമുക്ക് നോക്കാം. അന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് കറുത്തിരുന്നെങ്കിൽ ആ റോൾ കിട്ടീന്. ശരിക്കും ഞാൻ 6 ഹൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് സിനിമയോട് കുറച്ചാണ്. ഇല്ല, ചാൻസ് വെച്ച് നടന്നിരുന്നത് അതുപോലെ. അപ്പൊ ഇതാണ് സുധീരെ പറയാനുള്ള പ്രേക്ഷകരോടും സിനിമാ പ്രേമികളും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ചാൻസ് വെച്ച് നടക്കുക. അവര് ദൈവത്തിൽ വെറുതെ നിങ്ങൾക്കൊക്കെ വേറെ ബൈക്കിലും പൊക്കമുള്ളത് നടക്കരുത്, ബൈക്കിലോ കാറിലോ അതല്ല പറഞ്ഞത്. പറഞ്ഞ ആത്മാർത്ഥമായിട്ട് ഈ സിനിമ രക്ഷപ്പെടാനുള്ള ഒരു മേഖലയല്ല അത്. ഫസ്റ്റ് അത് പിന്നീട് നമ്മള് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് വൈറ്റിലെ ജംഗ്ഷനിൽ ഫ്ലെക്സ് സ്വപ്നം കണ്ട ആവശ്യമില്ല. ഇതൊക്കെ നടക്കും. കാര്യം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ സിനിമകൾ കണ്ടു കഴിയുമ്പോ എങ്ങനെ അഭിനയിക്കാനുള്ള അതിന്റെ ഒരു ഒബ്സർവേഷനും. രാവിലെ ഇന്ന് ഒബ്സർവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അതൊക്കെ വരും. നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ അതിനുവേണ്ടി എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അവസരങ്ങളിൽ സംവിധായകരെ കാണുക, തിരക്കഥാകൃത്തുക്കളെ കാണുക, തെറ്റായ വഴികളിലേക്ക് പോകാതിരിക്കുക. കാര്യം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
നമ്മളെ ചതിക്കാൻ ചതിക്കാൻ കാര്യം കാശുകൾ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ സിനിമക്കാര് കാശ് ചോദിക്കില്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കാശ് ചോദിക്കില്ല, സിനിമയുടെ പേര് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ കാശ് ചോദിക്കും. കേട്ടോ, ഒരു സിനിമക്കാർക്ക് കാശിന്റെ ആവശ്യമില്ല. കാര്യം നടൻ വരുന്നവരുടെ കാശിന്റെ ആവശ്യമില്ല, ഒരു സംവിധാനം വേണ്ട, പ്രൊഡ്യൂസറും വേണ്ട, സിനിമ അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ ഇവിടെ ഏറ്റവും മോശപ്പെട്ട് കാണിക്കുന്ന സിനിമ സ്പിൽബർഗും ജെയിംസ് കാമറൂണും അടൂർ ഗോപാലകൃഷ്ണനും ടി.വി. ശശിയും ജോഷി സാറും എല്ലാവരും സംവിധായകരാണ്. ഇവർ തട്ടിപ്പിന് സിനിമ സംവിധായകൻ അറസ്റ്റ് എന്ന് പറയും. ഏതെങ്കിലും ഒടുക്ക പടം ഏതെങ്കിലും ടെലിഫിലിം ഒക്കെ ചെയ്താലും പറയും സിനിമാ സംവിധായകൻ അറസ്റ്റ്, തട്ടിപ്പ്, അല്ല മറ്റേ സംഭവം എല്ലാവരും അടച്ചു പറയും സിനിമ. അപ്പൊ അവരും സംവിധായകരാണ്, ഇവരും സംവിധായകരാണ്. പറയുമ്പോ സംവിധായകൻ എന്ന് പറയും. നടൻ, സിനിമ സംവിധായകൻ, മറ്റേ നടൻ ഇന്നോല നടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മമ്മൂട്ടി സാറ്, മോഹൻലാല് എല്ലാവരും നടന്മാരാണ്. വലിയ വലിയ നടന്മാരുണ്ട്. നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, തിലകൻ, അങ്ങനെ വലിയ വലിയ നടന്മാരുണ്ട്. ഈ പറയുന്ന ഒരു മുഖം കാണിച്ചു വരുത്താനും എന്തെങ്കിലും ഉടായ്പ കേസിലൊക്കെ തട്ടിപ്പ് അവനും സിനിമാ നടൻ ഇന്ന പോലെ മറ്റേ പെൺവാണിപ്പം മറ്റേ സംഭവം അത് സിനിമാ നടൻ അറസ്റ്റിൽ. അതാണ് ഇവിടെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ അതാ സംഭവം. അപ്പം സുധി പറയുന്നത് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും കഷ്ടപ്പെടുക, സിനിമയെ അറിയാൻ ശ്രമിക്കുക, ചതിക്കുഴിയിൽ പോയി ചാടാതെ സൂക്ഷിക്കുക. ഇതാണ് സുധി നൽകുന്ന ഉപദേശം. അല്ല, 100%. സുധി, ഓണത്തെ കുറിച്ച് സുധിക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഓണത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാൻ. സുധിക്ക് വേറെ ഞാൻ ശരിക്കും ഞാനൊരു കേബിൾ സോൺ എന്ന് പറഞ്ഞിട്ട് സോണി ചാനലിന്റെ ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു രഘുപുരത്ത്. ചക്രവർത്തി സാറായിരുന്നു എൻ്റെ ഓണർ, നൗഷാബായി പറഞ്ഞു പാർട്ട്നേഴ്സ് ആയിരുന്നു. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ ഓഡീഷൻ പോകുന്നത്, നാടകത്തിന് പോകാനൊക്കെ ഇതിന് പോകാൻ എനിക്ക് അപ്പം എനിക്ക് എന്താ ബേസിക്കലി വരുമാനം വേണം, ഈ ജോലിയുണ്ട്. ഈ ജോലി ഇല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകും. കാര്യം നമ്മൾ വെറുതെ ആൾക്കാർ എന്താ പണിയില്ല സിനിമയിൽ വയ്ക്കാന്നൊക്കെ എന്തോ ആണേ വീട്ടുകാർ അല്ലെങ്കിൽ ഗൾഫിൽ പറഞ്ഞോടും രക്ഷപ്പെടും, പോയി ഗൾഫിൽ പോകും, എന്നിട്ട് കോടികളോട്ട് തിരിച്ചു വരും. അപ്പൊ സിനിമയെ കാണുന്ന ഗൾഫല്ലല്ലോ, നമുക്ക് പാട്ട് സീനിൽ കാണുമ്പോൾ അവിടുത്തെ ഹാർബറും മറ്റു സംഭവങ്ങളൊക്കെയാണ് കാണിക്കും. അപ്പൊ പറയും അതാണ് നമ്മുടെ ജോലി ആയിരിക്കും. ചെല്ലുമ്പോൾ മരുഭൂമിയിലൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ കിടന്ന് മരിച്ചേക്കാളും ഫ്രഷ് ബോഡി ഇവിടെ കിടന്ന് മരിച്ചാൽ കിട്ടും, ഇല്ലേ? മറ്റേ എംപാഞ്ചിതൊക്കെ വരണത് പറയാനായിട്ട്. അപ്പൊ ഞാൻ വീട്ടുകാർ ഇങ്ങനെ ജോലിക്ക് പോകാന്നാണ് ഇവിടെ ജോലിക്ക് ചക്രവർത്തി സാറിന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് മാത്രം. ആ ഒരു സ്വാതന്ത്ര്യം തന്നുകൊണ്ട് പുള്ളി അനുവദിച്ചില്ല എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ജോലി എനിക്കന്ന് അത്യാവശ്യ ഘടകമായിരുന്നു. അപ്പൊ ഈ ജീവിതത്തിലും ഒരുപാട് പേരോട് പിന്നെ തീർച്ചയായിട്ടും നന്ദിയുള്ള ആൾക്കാരും ആദ്യം ചക്രവർത്തി സാറും നൗഷാബായ്, ജയ്ഫർ ഭായ്, സുനോജ്, രാജ, കാര്യം ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ മുമ്പിലിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ അവര് അതുകൊണ്ടാണ് എനിക്ക് ഇതിന് പോകാൻ പറ്റും. അവരന്ന് പോകണ്ട എനിക്ക് പറ്റില്ല, ഒരു പ്രാവശ്യം വിട്ട് പിന്നെ പറ്റില്ലെങ്കിൽ ബ്രേക്ക് മറ്റേ നമുക്ക് പറ്റില്ല, ഒന്നിലെ ജോലി പോവും അല്ലെങ്കിൽ സിനിമ പോവും. അതാണ് എന്തായാലും കൂടുതൽ ഒരുപാട് പേരുടെ സിനിമയിൽ അവസരം തന്നവർക്ക് നന്ദിയുണ്ട്. എല്ലാവരോടും എന്റെ കൂട്ടുകാർക്ക് നന്ദി. ഓഡീഷൻ സ്ഥലം വേദികൾ വിളിച്ചു പറഞ്ഞ എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് സബാന് നന്ദി, എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനും നന്ദി, എല്ലാവർക്കും നന്ദി. ഓണത്തെ കുറിച്ച് പ്രേക്ഷകരോട് ഒരു 2 വാക്യം പറയും. ഈ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓണത്തിന് ഒരു ഇന്റർവ്യൂ വരുന്നത് വലിയ സന്തോഷം. അതിന് 1TV നന്ദി. ഓണം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ആഘോഷങ്ങൾക്കാളുപരി എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസരം നഷ്ടപ്പെടാതിരിക്കുക. പല കാര്യങ്ങൾക്കും ചേർന്നിരിക്കുമ്പോഴേ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ളൊരു വേദിയാക്കുക എല്ലാ കുടുംബങ്ങളും. അപ്പൊ പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, പല നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചും ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ തിരക്കിൻ്റെ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൊ പല കാര്യങ്ങൾക്ക് നമുക്കത് ഒരു റീസൺ അതിന്റെ അല്ലെങ്കിൽ നമുക്ക് പലതും മറക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിരിക്കും. അപ്പൊ പിന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാവരും പറയുന്ന പോലെ ഒരു നല്ലൊരു ഓണമായിരിക്കും ഓണം. പിന്നെ നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതിന്റെ ഈ അവസരത്തിൽ 1TVക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാ സ്റ്റാഫിനും
എല്ലാവർക്കും പ്രത്യേകിച്ച് സബാനെ പരിചയം. ഓക്കെ. അപ്പം സബാൻ ഭാവിയില് സിനിമകൾ ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു. അതെനിക്ക് ഉറപ്പുണ്ട്, സബാൻ ചെയ്യും. സബാൻ അതിനോട് ശ്രമിച്ചോളൂ എന്ന് എനിക്കറിയാം. എന്തായാലും ഒരുപാട് നന്ദി സുധി. സുധിക്ക് ഇനിയും ഒരുപാട് പടങ്ങൾ ഉണ്ടാവട്ടെ. വലിയൊരു സ്റ്റാറായി സുധി അറിയപ്പെടും. വളരെ താമസിക്കാതെ തന്നെ സുധി അറിയപ്പെടും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം കഷ്ടപ്പാടിന് ദൈവം എപ്പോഴും തുണയായിരിക്കും എന്നാണ്. അപ്പം ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ. ഓണത്തിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. സുധിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടുമല്ലോ. അപ്പം എന്താണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക. സുധി പറഞ്ഞ പോലെ വീട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചുകൂടി ഇലയെ കേട്ട് ഓണം ആഘോഷിക്കുക. കൂടുതൽ ഞങ്ങളെയും വിളിക്കുക, ഞങ്ങളും എത്തും. എന്തായാലും ഓൺ ദ സ്പോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.